ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്തെന്ന് കരുതി എന്റെ കയ്യിലെ വളയൊന്നും ഊരിപ്പോയില്ല. ഇതാണല്ലോ ഇവിടെ ഉള്ളവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നീ എന്തിനാ ക്ഷമ ഇങ്ങനെ മുള്ളും മുനിയും വെച്ച് സംസാരിക്കുന്നേ? എനിക്ക് എത്ര വിഷമാവുന്നുണ്ടെന്ന് നിനക്കറിയോ? അയ്യോ, സങ്കടാവുന്ന കാര്യം പോയി അമ്മയമ്മയോട് പറഞ്ഞേക്കല്ലേ. പിന്നെ അക്കാര്യം പറഞ്ഞായിരിക്കും എനിക്ക് സ്വൈരക്കേട്. ക്ഷമേ, അയ്യോ എടുക്കല്ലേ പിള്ളേരോട് സത്യേ പപ്പേ ഓടി വായോ. അയ്യോ എടുക്കല്ലേ, ഞങ്ങളിവിടെ ഉണ്ട്. ഓടിച്ചില്ല മോൾ ഇവിടെ ഇരിക്കേ. അങ്ങോട്ടിരിക്കേ. ക്യാമറയ്ക്ക് നോക്കണോ? സത്യമോളിങ് വാ. ഇനി എടുത്തോ. എല്ലാരും അങ്ങോട്ടേക്ക് നോക്കേ. മോളെ, അയ്യോ തീർന്നിട്ടില്ല. ഫോട്ടോകളിന് പല പോസുകൾ എടുക്കാണ്ട്. എനിക്ക് ഭയങ്കര തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. മോളെ അല്ല അതെന്ത് പോക്കത്? ശടാ അടുത്തിരിക്കേ. എന്നാ പിന്നെ നമുക്ക് എടുക്കാം. ഒരു മിനിറ്റ്. സ്മൈൽ പ്ലീസ്. എല്ലാരും ഇങ്ങോട്ട് നോക്കേ. രാജീവേ, നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞ് ജനിക്കണമെന്നോ നന്നായി കഴിയണമെന്നോ രാജീവിന് ആഗ്രഹമില്ലേ? ജോലിയുടെ കാര്യം പറഞ്ഞ് അവളെ എങ്ങനെ ഒഴിവാക്കുന്നത് ശരിയായ നടപടിയാണോ? ഈ സമയത്ത് അവൾക്ക് ആവശ്യം ഞങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സാമീപ്യമല്ല, നിന്റെ സാമീപ്യവും സ്നേഹവും കരുതലുമാണ് വേണ്ടത്. അവൾ ഏറ്റവും സന്തോഷവതിയായി ഇരിക്കേണ്ടതും നിന്റെ ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് അതിനൊരു മറുപടി തരണം. നിന്റെ അമ്മയും അമ്മാവനെയും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. എന്നാ പിന്നെ പറഞ്ഞ പോലെ ഞാൻ വിളിച്ചോളാം. അച്ഛനിപ്പോ ആരോടാ സംസാരിച്ചത്? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്. അത് ശരി, മരുമോനെ അച്ഛനിപ്പോ കൂട്ടുകാരനാക്കി വെച്ചിരിക്കുകയാണല്ലേ? നിനക്കിപ്പോ എന്തൊക്കെയാ അറിയണത്? എനിക്ക് പല ആൾക്കാരോടും സംസാരിക്കാനുണ്ടാവും. അതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാ? അച്ഛനിപ്പോ വിളിച്ചത് രാജീവേട്ടനെയല്ലേ? ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, രാജീവേട്ടൻ വരാതെ ഞാൻ ആ വീട്ടിലേക്ക് പോവില്ലെന്ന്. മോളെ, വീട് വിട്ടു നിൽക്കുന്ന ആണുങ്ങൾക്ക് വീട്ടിലേക്ക് വരണമെന്ന തോന്നലുണ്ടാവണമെങ്കിൽ ആ വീട്ടിൽ അവരിഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ വേണം. നീ ഇവിടെ ഒരു അല്ലലും ഇല്ലാതെ നിൽക്കുകയാണെന്ന തോന്നലുണ്ടായാൽ അവന് അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരാനും നിന്നെ നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനും ഒരു സാധ്യതയില്ല. മോളെ, അവൻ തിരിച്ചു വരണമെങ്കിൽ നീ ആ വീട്ടിൽ ചെന്ന് നിൽക്കണം. അതിനുവേണ്ടി മാത്രം അച്ഛൻ അവനെ വിളിച്ചത്. അല്ലാതെ മോൾ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു ഭാരമായി തോന്നിയോണ്ടൊന്നുമല്ല. ഇതെന്താ അച്ഛനും മോളും കൂടെ എന്തോ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു തോന്നുന്നു. അച്ഛൻ രാജീവേട്ടനെ വിളിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് എന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട് മോളെ? പക്ഷെ നിനക്കങ്ങനെ എന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അത് മോള് കാര്യാക്കണ്ട. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടമ്മേ. പറഞ്ഞില്ലെന്ന് വേണ്ട.
ഗോപാലേട്ടാ, എന്തിനാ ഗോപാലേട്ടാ ഇപ്പൊ രാജീവിനെ വിളിച്ചത്? ഹ, അവളെ ഇവിടെ ഹോട്ടലിലെ പണിക്കാരിയാക്കി എന്നും ഇവിടെ ഇങ്ങനെ നിർത്താനാണോ നിന്റെ ഉദ്ദേശം? ആ രാജീവനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കിയില്ലെങ്കിലേ പെണ്ണിവിടെ നിന്നു പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിന് ഇവളെ ആ വീട്ടിൽ നിർത്താൻ അവന്റെ അമ്മയും അമ്മാവനും സമ്മതിക്കുന്നില്ലല്ലോ. അത് നോക്കേണ്ട ഉത്തരവാദിത്വം രാജീവനാ. അതൊന്നും അവനെ ഓർമ്മിപ്പിക്കാനാ ഞാൻ അവനെ വിളിച്ചത്. പക്ഷെ അപ്പോഴേക്ക് അവളത് കേട്ടോണ്ട് കയറി വരുന്നു ഞാൻ കരുതിയോ? ഗോപാലേട്ടാ, അത് പിന്നെ വല്ലാത്തൊരു സ്വഭാവമുള്ളവരാ ആ രാജീവിന്റെ അമ്മ വിജയലക്ഷ്മി. ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കം ഒരുപാട് ദ്രോഹങ്ങൾ അവരിവളോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവക്ക് അവിടെ പോയി നിൽക്കാൻ പേടി. ഹ, അങ്ങനെ പേടിച്ച ഒളിക്കാൻ കാടുണ്ടോ ശാരദേ? കാലം മാറുന്നതിനനുസരിച്ച് അവരും മാറേണ്ടിയിരിക്കുന്നു. അവരിപ്പോഴും പഴയ അമ്മായിമ്മ പോരും എടുത്ത് നിൽക്കാനാണ് ഭാവമെങ്കിലേ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു പറയണം. കുഞ്ഞിനെയും തള്ളയെ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ അവന്റെ നാട്ടിലേക്ക് വരട്ടെ ശാരദേ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവന് ഫോൺ ചെയ്തത്. എവിടെ നിന്നാലും ഇനി എന്റെ മോൾക്കൊരു ബുദ്ധിമുട്ട് ആ സ്ത്രീയിൽ നിന്നും ഉണ്ടാവരുത്. അത്ര മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എന്തായാലും ഞാനായിട്ടല്ലേ ഇതിന് തുടക്കം ഇട്ടത്. ഇതിന്റെ പേരിൽ അവൾക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ഈ സാഹചര്യത്തിൽ രാജീവൻ വിദേശത്ത് നിന്നല്ല ജോലി നോക്കേണ്ടത്, നാട്ടിൽ നിന്നാ. അതിനുള്ള പഠിപ്പും കഴിവും അവനുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവളെ അവൻ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും കുടുംബമില്ലെങ്കിൽ പിന്നെ ഈ വെട്ടിപ്പിടിച്ചതിനൊക്കെ വല്ല വിലയുണ്ടോ ശാരദേ? അവൻ വരും. അവന്റെ സംരക്ഷണയിൽ തന്നെ ശാരീരിക സുഖമായി പ്രസവിക്കുകയും ചെയ്യും. എല്ലാം നല്ല രീതിയിൽ നടന്നാ മതിയായിരുന്നു. കാരണം ഇനി കരയാൻ അവക്ക് കണ്ണീരില്ല. അത് ശരി. ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് കഴുകുമായിരുന്നോ? നിനക്ക് വിളിക്കാൻ പാടില്ലായിരുന്നോ? ആ വേണ്ട വേണ്ട രാജകുമാരി, ഇതൊന്നും ചെയ്യണ്ട. അതെ, ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്താ ശ്യാമി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എനിക്ക് ജോലിയില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെയല്ലേ. ചെയ്തെന്ന് കരുതി എന്റെ കയ്യിലെ വളയൊന്നും ഊരിപ്പോയില്ല. ഇതാണല്ലോ ഇവിടെ ഉള്ളവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നീ എന്തിനാ ശ്യാമി ഇങ്ങനെ മുള്ളും മുനിയും വെച്ച് സംസാരിക്കുന്നേ? എനിക്ക് എത്ര വിഷമാവുന്നുണ്ടെന്ന് നിനക്കറിയോ? അയ്യോ, സങ്കടാവുന്ന കാര്യം പോയി അമ്മയമ്മയോട് പറഞ്ഞേക്കല്ലേ. പിന്നെ അക്കാര്യം പറഞ്ഞായിരിക്കും എനിക്ക് സ്വൈരക്കേട്. ശ്യാമേ, എടി, ഞാൻ നിന്റെ ചേച്ചിയാ. നമ്മൾ ഒരമ്മയുടെ മക്കളാ, അല്ലാതെ രണ്ട് വീട്ടിൽ നിന്ന് വന്ന് കേറിയവരല്ല. ഹാ, ആ ബോധം എനിക്ക് മാത്രം ഉണ്ടായ പോരാ, കുഞ്ഞേച്ചിക്കും കൂടി തോന്നണം. എങ്കില് ഈ വേർതിരിവ് സത്യമ്മ കാണിക്കില്ലായിരുന്നു.